ശരിക്കും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെങ്കിൽ എങ്ങനെ ഐ മീൻ ഇങ്ങനെ നമ്മള് നിങ്ങളിപ്പോ ഇങ്ങനെ ഭയങ്കര വലിയ സെലിബ്രിറ്റീസ് അല്ലേ? ഓഹോ എനിക്ക് തോന്നിയിട്ടില്ല, എന്നാലും പറഞ്ഞോളൂ. അതായത് ഞാൻ മുട്ടക്കാനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, മൊട്ടക്കാക്കിനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്തായേനെ? ഞാന് വേറൊരു സ്നേഹിതനെ കാണുമായിരുന്നു ഇതേപോലെ. ഇതുപോലത്തെ ആളെ കിട്ടുമായിരുന്നോ? ഒരിക്കലും കിട്ടിക്കോളണമെന്നില്ലല്ലോ. മൊട്ടക്കാക്കിന് 5 ക്വാളിറ്റി പറഞ്ഞേ, നല്ല ക്വാളിറ്റി. മുട്ടക്കാക്ക് എന്താ വെച്ചാൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റി പറഞ്ഞു. ഒരു 5 എണ്ണം പറക്കേട്ടെ. നല്ലത് പറയില്ല. എല്ലാരും വിശ്വസിക്കും അത് ക്വാളിറ്റി ആണോ അത് ക്വാളിറ്റി അല്ലായ്മയാണോ എന്ന് എനിക്ക് അറിയൂല, പക്ഷെ എല്ലാരും വിശ്വസിക്കും നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് പണി മേടിച്ചിട്ടുള്ളൂ. അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാം വെട്ടി തുറന്ന് മുഖത്തോക്കി പറയും, അത് നല്ലൊരു ശീലം, അത് എനിക്കുള്ള സാധനമാണ്. വെട്ടി തുറന്ന് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് കളങ്കമില്ലാത്ത മനസ്സാണ് എല്ലാ കുട്ടികളെ മനസ്സാ. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും. 2 4 ഞാൻ പറഞ്ഞേ, എല്ലാരും വിശ്വസിക്കും, കളങ്കമില്ലാത്ത മനസ്സാണ്. പിന്നെന്താ സ്ട്രേറ്റ് ഫോർവേഡ് പറയില്ല. 2 എണ്ണം കൂടി. പിന്നെ അവിടക്കത്തെ ഗ്ലാമർ എന്ന് പറഞ്ഞു, അത് പോസിറ്റീവ് അല്ലല്ലോ. ക്വാളിറ്റി മുന്നേനെ പറ്റിയിട്ട് 2 എണ്ണം പോരെ? 5 എണ്ണൊക്കെ പറയാൻ ഈ 2 എണ്ണം തന്നെ കുറച്ചും പറയും മരിച്ചു വരും. അതായത് ഇവന്റെ ഒരു ക്വാളിറ്റി പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാം. അത് വലിയ ഞാൻ കണ്ട എന്നെക്കാ കൂടുതലാണത്. പ്രഷറിൽ തന്നെ പറയാം എന്ത് കാര്യം. രണ്ടാമത് വിശ്വസിക്കാം, എവിടെയും കൂടെ കൊള്ളുന്നവനാ, വിശ്വസിക്കാം. കൊള്ളാവുന്ന. പിന്നെ 2 ഞാൻ പറഞ്ഞെങ്കിലും 3ാമതും പറയാനുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ട്, വിഷമമുണ്ടെങ്കിൽ എന്നെക്കാ കൂടുതൽ വിഷമം അവനായിരിക്കും. നമ്മുടെ വിഷമത്തിനേക്കാൾ കൂടുതൽ അത് സ്വന്തം വിഷമമായിട്ട് എടുക്കുക. അത് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും പിന്നെ ഇവനേണ്ടായിരിക്കും അടങ്ങിയത്. പിന്നെ ഇനിയിപ്പോ 4 എന്താ പള്ളനൊക്കെ ഒരു പരിധി. കണ്ണിൽ കുരുവായിട്ട് കണ്ണിലല്ലടാ കുരു. ഓക്കെ, നിങ്ങൾ വിളിച്ചപ്പോ തന്നെ ഓടി വന്ന 2 മക്കളാണ് ഇവര്. ഇപ്പോഴാണ് ക്ലൈമാക്സിലെ പക്ഷെ അല്ലല്ലോ, ഇത് നമ്പാൻ പറ്റൂല. ഈ വരവൊക്കെ നമുക്ക് തിരിച്ചിട്ട് മറിച്ചിടാനുള്ള സാധനം. സത്യം. കുറച്ചേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞത് അപ്പൊ തന്നെ പഠിച്ചു. അല്ല, ഞാൻ പിന്നെ പുള്ളി പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞ ഞാൻ എല്ലാവരും അപ്പൊ തന്നെ വിശ്വസിക്കുന്നു. പുള്ളി പറഞ്ഞപ്പോ തന്നെ ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചു. ഇല്ല, നമ്മൾ കൊറേ ഫോണിലൊക്കെ കണ്ടോണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടിലെ പലരുടെയും ഫോണിൽ അങ്ങനെ നിറഞ്ഞാടുകയാണ്. അമ്മായിമാനോടൊക്കെ അന്വേഷിച്ചായിട്ട് ഞാൻ പറയാം, അമ്മാനോട് എല്ലാവരോടും അന്വേഷണം പറയാ. എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് അന്വേഷണം പറയാ. ഒന്ന് പറയട്ടെ, ഞാൻ പറയട്ടെ. നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചായിട്ട് പറയട്ടെ. എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ. ആളെ പേര് ലൈലാബി. ഞാൻ ലൈലാബി എന്ന് ഞാൻ വിളിക്കാറ്. ലൈലാബിത്ത, അസ്സലാമു അലൈക്കും. താങ്ക് യു സോ മച്ച്. ഇനിയും വീഡിയോസ് കാണാ, നല്ലൊരു ഇതാണ്, സപ്പോർട്ട് ചെയ്യാ. ഞാൻ എന്റെ ഫോണും താങ്ക് യു ഞാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ വന്ന് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്റെ അതേ ലെവലാ, ഒരേ റൂട്ടിലോടുന്ന ബസ്സാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനിയും തുടർന്നുള്ള ഞങ്ങളുടെ ഗാലറി വിഷന്റെ മീഡിയയിലുള്ള ഒരുപാട് യാത്രകളിൽ കൂടണം. ഞങ്ങൾ എന്തായാലും കാത്തിരിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഗാലറി വിഷൻ മീഡിയയുടെ സ്റ്റുഡിയോയിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. എന്താണെങ്കിൽ 1 മണിക്കൂറോളം ഇവിടുത്തെ ടൈം പാസ് ഭയങ്കര രസം തന്നെയായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. സത്യം, നല്ല ഹൃദയത്തിന്റെ ഉടമയാണ് ഞങ്ങൾ 2 പിന്നെ സുന്ദരനും സുമുഖനും സുശീലനും സൽസ്വഭാവിയും അതിൽ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയുമായ ഞങ്ങൾ ബഹുവചനുണ്ട്. ഞങ്ങൾ 2 കൂടെ നൈനക്ക് വെറുതെ ചോദിച്ചാ നൈനൊക്കെ ഇരിക്കാൻ പറ്റിയതില് പേര് പറഞ്ഞു നോക്കിയാൽ സൗഹൃദ എന്ത് അതുമായിട്ട് കരുതുന്നു. നല്ലൊരു ഇതാണ് അത്. താങ്ക് യു.